ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എല്ലാവരും സംസാരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് മാത്രമാണ്. ദേവസ്വം ബോർഡിന് പങ്കില്ലേ? മന്ത്രിമാർക്ക് പങ്കില്ലേ? അവർ ഇതിലൂടെ രക്ഷപ്പെടുകയാണോ? രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ പുറത്ത് ചർച്ചയിലും പങ്കെടുക്കുന്നത് പലരും. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ പലരുമുണ്ട്. കാരണം എന്താ, ഈ സർക്കാർ വരുന്നതിന് മുമ്പേ, ഈ ദേവസ്വം ബോർഡ് വരുന്നതിന് മുമ്പേ 2014 ആരാ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നത്? അതിൽ പാത്രങ്ങളിൽപ്പെട്ടതാരാ? പാത്ര അഴിമതിയിൽ തികച്ചും ഇന്നത്തെ ആൾക്കാരല്ലല്ലോ. അപ്പം അത്തരം ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിലനിൽക്കണമെന്ന് ഒരു പക്ഷേ ഇതല്ല ഉണ്ടാവും. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, നിരവധി ഉണ്ണികൃഷ്ണൻ പോറ്റിമാർ മുഴുവൻ കേരളത്തിലും ക്ഷേത്രങ്ങളിലുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ നമ്മളെല്ലാവരും പോകുന്നവരാണ്. അവിടെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ചില ആൾക്കാരെ കാണാം. അവർ ദേവസ്വം ബോർഡ് ജീവനക്കാരല്ല, ക്ഷേത്ര ജീവനക്കാരല്ല. അവരാണ് പലരോടും റെക്കമെൻഡ് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി പൈസ കൊടുക്കുന്നതല്ല. അഭിഷേകം, അത് ആ ക്ഷേത്രത്തിൽ മാത്രമല്ല, അഭിഷേകം നടത്താൻ വേണ്ടി നിരവധി ആൾക്കാരുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിക്കും. നടത്തുന്നത് എത്രയാ? അതിനുവേണ്ട സാധനങ്ങൾ എത്രയാണ് വാങ്ങേണ്ടത്? ഇപ്പം ശബരിമലയിൽ നടക്കുന്ന കാര്യങ്ങൾ 2000 പേർക്ക് 1000 പേർക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്ന കാര്യം എത്ര ആൾക്കാർക്ക് 1000 പേർക്കേ കൊടുക്കുന്നുള്ളൂ. പക്ഷെ പൈസ വാങ്ങിക്കുന്ന എത്ര ആൾക്കാരുടെ കയ്യിൽ നിന്നാണ്? ഈ പൈസ ഏതെങ്കിലും ദേവസ്വം ബോർഡിലേക്ക് പോകുന്നുണ്ടോ? കാരണം എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും അതിൽ പങ്കുണ്ട്, ഒരു ഉദ്യോഗസ്ഥന് മാത്രമല്ല. അപ്പം ഇതിലാരൊക്കെ അയക്കുന്നത്? മന്ത്രിമാരുടെ ഇംഗിതത്തിന് വഴങ്ങുന്ന ആൾക്കാരെ അയക്കുന്നുണ്ട്. മന്ത്രിയും ദേവസ്വം ബോർഡും. അതെ. ഈ ദേവസ്വം ബോർഡിനെ കുറിച്ച് പലപ്പോഴും സർക്കാരുകൾ വലിയ രീതിയിൽ പ്രസംഗിക്കാറുണ്ട്. പക്ഷെ കേരളം മുഴുവൻ അഴിമതി കഥകൾ പുറത്തു വരികയാണ്. ഈ അഴിമതി മാത്രമല്ല, ഈ സ്ഥലം ദേവസ്വം ബോർഡിന്റെ ഭൂമി കാണാനില്ല. ഇത് എങ്ങോട്ടാണ് പോയത്? തിരുവനന്തപുരത്തെ കാര്യം മാത്രം എടുത്തു നോക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ പാളയം ഗണപതി ക്ഷേത്രമുണ്ട്. ആ ഗണപതി ക്ഷേത്രത്തിന് 92 സെൻറ്റ് സ്ഥലം അവസാനത്തെ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിലുള്ളത് 6 സെൻറ്റ് സ്ഥലമാണ്. ഇല്ലേ, പരമാവധി നോക്കുകയാണെങ്കിൽ 8 സെൻറ്റ് സ്ഥലം. ഇതെവിടെ പോയി എന്നുള്ളത് ആരും പറയുന്നില്ല. ഇതെങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളത് ആരും പറയുന്നില്ല. ഇപ്പം ചില ആൾക്കാർ അതിനു വേണ്ടി ചില കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. മലബാർ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ എത്രമാത്രം ക്ഷേത്രങ്ങളുടെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു 30,000-ഓളം ഏക്കർ സ്ഥലം ഈ നിലയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് പല ഭാഗത്തുമായിട്ട്. കണക്ക് ഉള്ളതനുസരിച്ചിട്ട്, അല്ലാത്ത എത്രയോ ഭൂമി അല്ലാതെ ഉണ്ടായിരുന്നു. ഇതൊന്നും വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമവും മലബാർ ദേവസ്വം ബോർഡ് എടുത്തില്ല, കൂടൽമാണിക്യ ദേവസ്വം ബോർഡ് എടുത്തില്ല, ഗുരുവായൂർ ദേവസ്വം ബോർഡ് എടുത്തിട്ടില്ല, കൊച്ചിൻ ദേവസ്വം ബോർഡ് എടുത്തില്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡും എടുത്തിട്ടില്ല. ഒരു ദേവസ്വം ബോർഡും അങ്ങനത്തെ കാര്യങ്ങൾ എടുത്തില്ല. നേരെ മറിച്ച് ഇവിടെ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം നോക്കി അവരുടെ സ്ഥലം നഷ്ടപ്പെടുന്ന സമയത്ത് അനുകൂലമായിട്ട് നിൽക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ തങ്ങൾ വിശ്വാസികളല്ല, പക്ഷെ ദേവസ്വം ബോർഡുമായി എന്ത് വെട്ടിപ്പ് നടന്നാലും ഈ വിശ്വാസികളല്ലാത്ത CPM-കാർ പ്രതിയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് നോക്കിയാൽ ആരോപണ വിധേയരാണ് പത്മകുമാർ, വാസു അടക്കമുള്ളവർ. അതെ. അപ്പോൾ തട്ടിപ്പ് നടത്തുന്നതും വെട്ടിപ്പ് നടത്തുന്നതിന് മുന്നിൽ നിൽക്കുന്നത് ഈ നേതാക്കളാണ്. അതിൽ അവർ മാത്രമല്ല, ഘടകകക്ഷികളുണ്ടാകണമല്ലോ. കാരണം പ്രതിനിധികൾ ഘടകകക്ഷി എന്ന് ഒരാളുണ്ടാവും. ഇപ്പം വാസു, അദ്ദേഹം കമ്മീഷണറായിരുന്നു, പ്രസിഡന്റ് ആയിരുന്നു പിന്നീട്. അപ്പോൾ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ആളാണ് വാസു. വാസുവിന് കൈകഴുകാൻ സാധിക്കുമോ? വാസു കൊണ്ടുപോകുന്ന ആൾക്കാർ കൈയിടാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പം ഇങ്ങനത്തെ ആൾക്കാരെ അവരുടെ ഒപ്പം നിന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ കൊണ്ട് അവർ ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതും വേണ്ടി മനസ്സിലാക്കാൻ. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ഞാൻ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ചല്ല, അവർക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, കൺസേൺഡ് മിനിസ്റ്റർ,
അതോടൊപ്പം തന്നെ ആ മിനിസ്റ്റർക്ക് വീണ്ടും നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ വീടായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമില്ല എന്ന് പറയാൻ പറ്റുമോ? ഒന്നിച്ച് എടുത്ത ഫോട്ടോ പോലും ഉണ്ട്. ഭാര്യ സഹിതം പോയിട്ട് എടുത്ത ഫോട്ടോസ് ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വെറുതെ പോയതല്ലല്ലോ. എന്തിനു വെറുതെ പോകണം? മന്ദിരങ്ങളിൽ കയറിയിറങ്ങുന്ന രാഷ്ട്രീയക്കാരുള്ള ആളുകൾ, അവരുടെ രാഷ്ട്രീയക്കാരായിരിക്കാം, ആ പാർട്ടിയുടെ ആൾക്കാരായിരിക്കാം. പക്ഷേ അവർക്ക് ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല, ഈ സമൂഹത്തിൽ നടക്കുന്ന സർവ്വ വെട്ടിപ്പിലും ഒരു പങ്കുണ്ട്. അങ്ങനെ വെട്ടിപ്പിൽ പങ്കുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം ഈ മന്ദിരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകുന്നില്ലേ? ഇതൊരു സത്യമാണല്ലോ. നിഷേധിക്കാം, തെളിവുണ്ടോ എന്ന് ചോദിക്കാം. പക്ഷേ ഏത് മന്ദിരങ്ങളിൽ പോയാലും, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഓഫീസിലും പോയാലും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല, ഓഫീസും ചുറ്റിപ്പറ്റിക്കൊണ്ട് കുറേ ആൾക്കാരെ കാണാം. ആ ആൾക്കാരുടെ പണി എന്താ? ആ പണിയെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ചില റെക്കമെൻഡേഷൻ നടത്തി ചില നേട്ടങ്ങൾ ഉണ്ടാക്കി അതിൽ കിട്ടുന്ന കൈക്കൂലി തന്നെ പറയണം. ആ കൈക്കൂലി മന്ത്രിയുടെ ആളുകളുമായിട്ട് പോലും രുചിക്കുന്നു പല ആൾക്കാരും. എല്ലാ മന്ത്രിമാരെയും ഞാൻ പറയുന്നില്ല, എല്ലാ രാഷ്ട്രീയക്കാരെയും പറയുന്നില്ല, എന്നൊന്നും പറയുന്നില്ല. നല്ലൊരു വിഭാഗം രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാർ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷ സർക്കാർ. അവർ സർവം കൊള്ളയടിക്കല്ലേ? അപ്പോൾ ദേവസ്വം മാത്രം തന്നെ അവരില്ലാതാക്കണം. സർവവും കൊള്ളയടിക്കുന്നു. ആ കൊള്ളയടിയുടെ ഒരു ഭാഗം തന്നെയാണ് ഈ ദേവസ്വം ബോർഡിൻ്റെ കൊള്ളയടി. അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡിൽ നിന്നും ഹിന്ദു ക്ഷേത്രങ്ങളെ മോചിപ്പിക്കാൻ കുറച്ച് നാളുകളായി തന്നെ വലിയ പോരാട്ടം നടക്കുന്നുണ്ട്. പക്ഷെ ഒരു ബലം ലഭിക്കുന്നില്ലല്ലോ. അത് ഇടക്കാലത്തെങ്കിലും നടക്കുമോ? നടക്കണം. കാരണം കുറച്ച് മുമ്പത്തെ ഇതിൽ ഞാൻ പറഞ്ഞു, അയ്യപ്പനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു അയ്യപ്പ സേന ഉണ്ടാക്കണം. ശരിക്കും പോരാട്ടത്തിനുള്ള ആ പോരാട്ടം കുന്തും കുഴലൊന്നും എടുത്തുകൊണ്ടല്ല, ചിലപ്പോൾ നിയമപരമായിട്ടായിരിക്കും, അല്ലെങ്കിൽ സംഘടിതമായ ഹിന്ദുവിൻ്റെ ശക്തി കൊണ്ടായിരിക്കും. അയ്യപ്പനാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ഐക്യൻ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം ആ നിലയ്ക്ക് ഇപ്പം ഒരു മുരുകസേന രൂപം കൊള്ളുന്നു. രാഷ്ട്രമാണ് അതിൻ്റെ മുമ്പിലുള്ളത് മുഴുവൻ. അതേപോലെ ഒരു കേരളത്തിനെ മുൻനിർത്തിക്കൊണ്ട് സർവ ദേവസ്വം ക്ഷേത്രങ്ങളും അതിനെ മുഴുവൻ ഉപയോഗിച്ച്, ദേവസ്വം ക്ഷേത്രങ്ങളുമല്ല, പ്രൈവറ്റ് ക്ഷേത്രങ്ങളും ഇതുപോലെയൊക്കെ നടക്കുന്നുണ്ട്, അത് വേറെ കാര്യം. ഒരു നല്ല അയ്യപ്പ സേന രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അത് ഗുണമായിരിക്കും തോന്നുന്നു. അത് സ്വാഭാവികമായിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഹിന്ദുവിൻ്റെ ഐക്യമില്ലായ്മയാണോ ഈ പ്രശ്നങ്ങൾക്ക്? ഉറപ്പാണല്ലോ, ഹിന്ദുവിൻ്റെ ഐക്യമില്ലായ്മയാണല്ലോ ഇതെല്ലാം നടക്കുന്നത്. ദേവസ്വം ബോർഡ് രൂപീകരിച്ചിരുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ വിടാണ്ട് ഞാൻ പറയുന്നത്, ദേവസ്വം ബോർഡ് രൂപീകരിച്ചിരുന്നത് ക്ഷേത്രങ്ങൾ നല്ല രീതിയിൽ ഹിന്ദുവിന് വേണ്ടി മുന്നോട്ട് പോകാനായിരുന്നില്ലേ? പക്ഷേ എന്ത് സംഭവിച്ചു? ഹിന്ദുവിന് ഐക്യമില്ലാത്തത് കൊണ്ട്, വേറിട്ട് നിൽക്കുന്നത് കൊണ്ട്, നക്കാപ്പിച്ച് എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഹിന്ദു സമുദായ സംഘടന നേതാക്കന്മാരെയും കയ്യിലെടുക്കാമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയക്കാർ ഓരോ കാലത്ത് വരുന്ന ആൾക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടി, അവർക്ക് അഴിമതി നടത്താൻ വേണ്ടിയിട്ട്, അവരുടെ സ്ഥാപനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലേ ഈ അനൈക്യത്തിലേക്ക് എത്തുന്നത്? ഐക്യത്തിലേക്ക് വരണമെങ്കിൽ എൻ്റെ സ്ഥാപനമല്ല, ഞങ്ങളുടെ സ്ഥാപനങ്ങൾ പൊതുവായിട്ടാണ് സംരക്ഷിക്കേണ്ടതെന്നല്ലേ ചിന്തിക്കേണ്ടത്. അല്ലാതെ എൻ്റെ സ്ഥാപനം സംരക്ഷിക്കണം എന്നുള്ളതല്ലല്ലോ. എൻ്റെ മക്കൾക്ക് ജോലി കിട്ടണം, എൻ്റെ മരുമക്കൾക്ക് ജോലി കിട്ടണം എന്ന് ചിന്തിക്കുന്ന സമുദായ സംഘടനാ നേതാക്കന്മാരുണ്ടാകാം. അപ്പം ഇവർ നടത്തുന്ന അഴിമതികൾ മറച്ചു വയ്ക്കാൻ വേണ്ടി, ഇല്ലാതെയാക്കാൻ വേണ്ടി അതത് കാലത്ത് വരുന്ന രാഷ്ട്രീയക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ ഹിന്ദുക്കളിലെ സമുദായ സംഘടനാ നേതാക്കന്മാരും അല്ലാത്ത ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള നേതാക്കന്മാരും ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും രൂക്ഷമായ രീതിയിൽ ഹിന്ദുവിനെ കൊള്ളയടിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അനൈക്യം മാറി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയാൽ, അതിൽ പല ആൾക്കാരും പറഞ്ഞതുപോലെ പ്രസംഗത്തിൽ മാത്രമേ ഉള്ളൂ. നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള ആൾക്കാർ ഒരുമിച്ച് ചേരണമെന്ന് പ്രസംഗത്തിലാണ്. പ്രസംഗത്തിൽ നിന്ന് മാറ്റി അത് പ്രയോഗത്തിൽ വരണം. പ്രായോഗികമായി ചിന്തിക്കുന്ന സമയത്താണ്
ശരിക്ക് ഹിന്ദുവിൻ്റെ ഐക്യം സംഭവിക്കുന്നത്. ആ ഹിന്ദു ഐക്യം ചില പുഴുക്കുത്തുകളൊക്കെ പുറത്തേക്ക് പോയി കഴിഞ്ഞാലും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അത് പണ്ട് ശബരിമല പ്രശ്നത്തിൽ നടന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് പറയുക, ഈ പോപ്പ് വന്നിട്ട് അവിടെ പോഡിയം പണിത ആ പ്രശ്നത്തിൽ ഹിന്ദു ഒരുമിച്ച് കൂടി നിൽക്കുന്ന സമയത്ത് ഹിന്ദുവിനെ ഇല്ലാതെയാക്കാനും വേണ്ടി ആർക്കും സാധിക്കില്ല. ഹിന്ദു ശക്തിയെ തടഞ്ഞു നിർത്താൻ ഒരാൾക്കും ഇവിടെ സാധിക്കില്ല. എത്ര സംഘടിത മതങ്ങളാണെങ്കിലും സംഘടിത രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും. അതുകൊണ്ട് സംഘടിത ഹിന്ദു ശക്തി ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.